മലയിലെ പ്രസംഗത്തിൽ 5-ാം അധ്യായമാണ് നമ്മൾ മാസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലതുകരണം തടിക്കുന്നവന് മറ്റേ കരണവും കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. എന്തോ ഒരു വലിയ രഹസ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഈ പ്രധാന ഭാഗമാണ്. 5-ാം അധ്യായത്തിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയും. ഇത് നമ്മൾ പല പ്രാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഈശോ അവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈശോ തന്നെയാണ് പഴയ നിയമത്തിലൂടെ പ്രവാചകന്മാരിലൂടെ ഈ വചനങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഈശോ തന്നെയാണ് പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ എല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈശോ ഈ മലമുകളിൽ വന്നിട്ട് ഒന്നാലോചിച്ച് നോക്കി, ഈ പഴയ നിയമത്തിലെ മുഴുവൻ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ആ നിത്യവചനമായ യേശു, പിതാവിനോട് സത്തയിലൊന്നായ യേശു മനുഷ്യനായി അവതരിച്ച് ഇപ്പോഴേ മനുഷ്യരോട് കൂടെ ആ മലമുകളിൽ വന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു. ആരാണ് ഈ ഞാൻ? ഞാനാണ് ഈ സകല പ്രവാചകന്മാരിലൂടെയും സംസാരിച്ചത്. ഞാനാണ് നിത്യവചനം, ഞാനാണ് ദൈവം, ഞാനാണ് സൃഷ്ടാവ്. ആ ഞാൻ നിങ്ങളോട് പറയണം. ഞാനാണ് ഇതിൻ്റെ എല്ലാം ഓഥർ. ആഥന്റിസിറ്റി, അതോറിറ്റി, അതാണ് ഓഥന്റിസിറ്റി. ആ പ്രബോധനത്തിന്റെ അധികാരം നമുക്ക് ഈ മലയിലെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ 7-ാം അധ്യായത്തിലെ അവസാനം അവർ പറയണ അതാണ്. ഈശോ ഈ വചസ്സുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ടിരുന്ന അവർ 7:78 പറയാണ്, യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. നമുക്കിതൊക്കെ കേട്ടിട്ട് വല്ല വിസ്മയം തോന്നുന്നുണ്ടോ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, എന്തോരം കേട്ടേക്കണതാ. എന്നാൽ അതിൻ്റെ അകത്ത് എന്താ വിസ്മയം? ദുഷ്ടനെ എതിർക്കരുത്. ചെറുപ്പം മുതൽ നമ്മളിത് കേൾക്കണതാണ്. നമുക്ക് പറ്റുന്നുണ്ടോ? ദുഷ്ടനൊന്നുമല്ല, നമ്മുടെ മക്കളാകാം, നമ്മുടെ ഭാര്യയാകാം, ഭർത്താവാകാം. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമ്മൾ എതിർത്ത് മര്യാദക്കല്ലെങ്കിലേ വായ ഞാൻ എന്ന് പറഞ്ഞ ഉടനെ എതിർക്കല്ലേ നമ്മൾ ചെയ്യാ. ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കണത്. ഇത്രയും കാലം നമ്മളിത് കേട്ടിട്ട് ഈ വചനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ദുഷ്ടനെ എതിർക്കരുത്. നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ കേൾക്കുന്നു. ഒരു ചൊല്ലുണ്ട്, അതൊക്കെ പള്ളിയിൽ പറഞ്ഞാൽ മതി, നടക്കണ കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനിത് വിശാലമായി ചിലപ്പോൾ പറഞ്ഞു പോകും. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇത്രയും വിദ്യാഭ്യാസം, എന്തോരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടോ? ദുഷ്ടനെ എതിർക്കരുതെന്ന്. നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ അറ്റത്തിരിക്കണവർ പോലും എതിർക്കാനാണ് പഠിപ്പിക്കുന്നത്. വൈദികരും സന്യസ്തരും തന്നെ പറയണത് നിങ്ങൾ എതിർക്ക്. നിങ്ങൾ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെ എല്ലാം എതിർക്ക് എന്നാ പറയണേ. എവിടെ സുവിശേഷം? ഇത് പറഞ്ഞ ആള് നേരിട്ട് ഭൂമിയിൽ വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാനിത് പറയുമ്പോൾ ഇച്ചിരി വികാരവിവശനാവുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ എന്ത് മനസ്സിലാക്കി? വിശുദ്ധ അപ്രയം പിതാവ് പറയാണ്, കർത്താവേ, ഞങ്ങളുടെ വാക്കുകളിൽ ഒന്നിന്റെ എങ്കിലും പരിപൂർണമായ ആഴം ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ബൈബിള് കുറെ പേര് കാണാപ്പാടം പഠിക്കുന്നുണ്ട്, കുറെ പേര് 1000 പ്രാവശ്യം എഴുതുന്നുണ്ട്. അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ എഴുതണത്? അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ പഠിക്കണത്? അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ പ്രഘോഷിക്കണത്? വാതോരാതെ ശക്തമായ ഉച്ചസ്വരത്തിൽ തെരുവില് രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രസംഗിക്കണമാതിരിയൊക്കെ നമ്മൾ ഭയങ്കര ഒച്ചയിലും ഭയങ്കര ഇതിലും പ്രസംഗിക്കുന്നുണ്ട്. എത്ര TV ചാനലുകളാണ് നമുക്കുള്ളത്? ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുഷ്ടനെ എതിർക്കരുത് എന്നുള്ളതിന്റെ അർത്ഥം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ദുഷ്ടനെ എതിർക്കരുത്.
എന്താ ദുഷ്ടനെ എതിർത്താൽ ഉണ്ടാകണത്? ഈ നമ്മൾ കുഞ്ഞുനാളിൽ പന്ത് കളിച്ചിട്ടില്ലേ? റബ്ബർ പന്തിൽ അടിച്ചാൽ എന്ത് വരും? പന്ത് കൂടുതൽ ഉച്ചത്തിലേക്ക് വരും, കൂടുതൽ ഉയർന്നു വരും. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ, സഭയിലും എന്ന് പറഞ്ഞാൽ സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിലൊന്നുമില്ല, ഓരോരുത്തരും സഭയാണെന്ന് പറഞ്ഞ് പറയുന്ന കാര്യങ്ങളാണ്. ദുഷ്ടനെ എതിർക്കുക. യേശു പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈശോ എതിർത്തിട്ടില്ല. ഈശോ ഒരു ദുഷ്ടതയെ എതിർത്തിട്ടില്ല. ദുഷ്ടതയെ എല്ലാം ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് തായോ, ഞാൻ സ്വീകരിച്ചോളാം, നിങ്ങൾ എന്നെ അടിച്ചോ. MK ഗാന്ധി എന്ന ഒരു ഹിന്ദു ബാരിസ്റ്റർ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ചും, നമുക്കെല്ലാം അറിയാം. MK ഗാന്ധി അങ്ങേര് സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ ഇങ്ങേരെ കുറെ ബൈബിൾ പഠിപ്പിക്കാൻ നോക്കി. അങ്ങേരൊന്നും സമ്മതിക്കലില്ല. കാരണം അങ്ങേര് പറയണത്, നിങ്ങൾ ഇതൊക്കെ പറയണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനിയിൽ ഇത് കാണണില്ലല്ലോ. അദ്ദേഹത്തെ ഒരു കത്തോലിക്ക പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് പുറത്തിറക്കി വിട്ടു. കാരണം നീ ക്രിസ്ത്യാനിയല്ല, നീ കയറാൻ പാടില്ല. ഉണ്ടോ ഇങ്ങനെ ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്തു പറഞ്ഞേക്കണേ അവരെയൊക്കെ ക്രിസ്ത്യാനി അവരോടെല്ലാം പ്രഘോഷിക്കാനാണ്. അപ്പോൾ ക്രിസ്ത്യാനി അല്ലാന്ന് പറഞ്ഞിട്ട് ബാരിസ്റ്റർ MK ഗാന്ധിനെ അവിടുന്ന് പുറത്താക്കി. ക്രിസ്ത്യാനികളിൽ ഈ ക്രിസ്തു പറയണ ഒരു കാര്യവും കാണുന്നില്ല, ദുഷ്ടനെ എതിർക്കരുത്. ഏത് ക്രിസ്ത്യാനിയിൽ കാണുന്നത്? ഏത് ക്രിസ്ത്യാനിയിൽ കാണും? നിങ്ങൾ ആരെങ്കിലും ഒന്ന് കാണിച്ചതാ ദുഷ്ടനെ എതിർക്കരുത് എന്നുള്ള ഒരു ക്രിസ്ത്യാനി? അപ്പൊ നമ്മളിപ്പോഴും സുവിശേഷത്തിലേക്ക് വന്നിട്ടില്ല, നമ്മളത് മനസ്സിലാക്കി വരുന്നുള്ളൂ. വരും 2000 വർഷമല്ലേ ആയിട്ടുള്ളൂ സുവിശേഷം വന്നിട്ട്. ഇനി ഒരു 10,000 വർഷം ആകുമ്പോഴേക്കും നമ്മൾ മനസ്സിലാവുന്നതല്ല. ലോക സുവിശേഷവൽക്കരണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര ആകാംക്ഷയോടെ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? അപ്പോൾ MK ഗാന്ധിക്ക് ഇത് മനസ്സിലായെന്നാ പറയണത്. പിന്നീട് ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇപ്പോഴും എനിക്ക് പറയാൻ തോന്നുകയാണ്, കാരണം പലരും ഇത് കേൾക്കാത്തവരുണ്ടാകും. ലിയോ ടോൾസ്റ്റോയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. അത് മുഴുവനും ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റിൽ പറഞ്ഞതാണ്. ക്രിസ്ത്യാനികളെയും സഭയെയും എല്ലാം ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് ക്രിട്ടിസൈസ് ചെയ്യാൻ കാരണം അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്ത് പോലും ഈ വചനം ക്രിസ്ത്യാനികൾ സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതനുസരിച്ചല്ല. പക്ഷേ ലിയോ ടോൾസ്റ്റോയുടെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തിയ വചനമാണത്. ലിയോ ടോൾസ്റ്റോയ് എന്ന വലിയ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തെ മാനസാന്തര അനുഭവം ഉണ്ടായത് ഈ വചനം കേട്ടപ്പോഴാണ്. ദുഷ്ടനെ എതിർക്കരുത്. അന്ന് ആ പുസ്തകം ഹിറ്റ്ലർ നിരോധിച്ചു. കാരണം ഹിറ്റ്ലർ ദുഷ്ടനെ എതിർക്കാനും അവനെ കൊല്ലാനുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് അയാൾ തന്നെ എന്ത് ചെയ്തു എന്ന് ആലോചിച്ച് നോക്കി. ലോകത്തെ ഇതുപോലെ ഒരു യുദ്ധത്തിലേക്ക് ഇളക്കി വിട്ട ആ ഹിറ്റ്ലർ തന്നെ അവസാനം എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ഒരു ലോക മഹായുദ്ധം തന്നെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം, ഇത് ഞാൻ റിപ്പീറ്റേഷൻ ആണ് എങ്കിലും എനിക്ക് പറയാൻ തന്നെ തോന്നുന്നത്, ഹിറ്റ്ലറുടെ പിതാവ് ഹിറ്റ്ലറിനെ കുഞ്ഞായിരുന്നപ്പോൾ ഹിറ്റ്ലറിന്റെ ചാട്ട കൊണ്ട് അടിച്ച് കെട്ടിയിട്ടടിക്കുമായിരുന്നാണ് ഹിറ്റ്ലറിന്റെ ബയോഗ്രഫിയിൽ പറയുന്നത്. അഡോൾഫ് ഹിറ്റ്ലറിന്റെ ബയോഗ്രഫിയിൽ പറയുന്നത് ഇതാണ്. അദ്ദേഹം പറയും, നമ്മൾ ഇന്നും അടിച്ച് വളർത്തിയാലല്ലേ നമുക്ക് ചിലവർക്കൊക്കെ ഒരു ആശ്വാസമാവുള്ളൂ. പിള്ളേർ ദേഷ്യം കൊണ്ടാണ് അടിക്കണത്, അല്ലാണ്ട് അവർ നന്നാവാൻ വേണ്ടിയൊന്നുമല്ല. നമ്മൾക്ക് വരണ വികാര വിക്ഷോഭങ്ങൾ നമ്മൾ പിള്ളേരിലും നമ്മുടെ ഭാര്യയിലും നമ്മളോടും മറ്റുള്ളവരോടും കൊടുത്തിട്ട് എന്താ കാര്യം? പക്ഷെ എന്ത് സംഭവിക്കുന്നു? അവരിൽ ആ വികാരം, അവരിൽ ആ അവസ്ഥ അവരിൽ വരുന്നു. അങ്ങനെ ഹിറ്റ്ലറിനെ രൂപപ്പെടുത്തിയത് ചാട്ടവാറ് കൊണ്ടാണ്. അതുകൊണ്ട് അയാള് വലുതായി കഴിഞ്ഞപ്പോൾ ബാറ്റൺ ടാങ്ക് കൊണ്ടാക്കി. അതാണ് തിന്മയെ എതിർത്താൽ അതിനു പകരം കൂടുതൽ തിന്മയാണ് ഉണ്ടാകുക. ക്രിസ്തീയതയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടൊരു കാര്യമാണ് ഈശോ പറഞ്ഞത്, ദുഷ്ടനെ എതിർക്കരുത്. ദുഷ്ടനെ എതിർക്കാൻ ആരാ? കർത്താവ് ഈശോ എതിർത്തോളും, നമ്മൾ എതിർക്കണ്ട. മനുഷ്യന് ദുഷ്ടനെ എതിർക്കാനായിട്ടുള്ള ശക്തി തന്നിട്ടില്ല. ദുഷ്ടനെ എതിർക്കുന്നത് കർത്താവാണ്. കർത്താവാണ് ദുഷ്ടനെ എതിർക്കുന്നത്. ആ കർത്താവിനെ കൊണ്ട് എതിർപ്പിക്കുക, നിങ്ങൾ എതിർക്കല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവിനെ കൊണ്ട് നിങ്ങൾ എതിർപ്പിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം, ഞാൻ ശത്രുക്കളിൽ നിങ്ങളെ രക്ഷിക്കാം. ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ നമ്മൾ കുരിശ് വരയ്ക്കുന്നുണ്ട്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഉണ്ടോ? വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുക്കളെ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. ശത്രു എവിടെയാ? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ശത്രുക്കളിൽ നമ്മൾ രക്ഷിക്കണ ആരാ? വിശുദ്ധ കുരിശ്. ആര്? നമ്മുടെ തമ്പുരാൻ.
വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ തമ്പുരാനെ. കണ്ടോ, ഞങ്ങളുടെ തമ്പുരാനാണ് നമ്മളെ രക്ഷിക്കണത്. നമ്മുടെ തമ്പുരാനാണ് ശത്രുക്കളിൽ നമ്മളെ രക്ഷിക്കണത്. നമ്മൾ വായ അടിച്ചുകൊണ്ടോ, നമ്മൾ ഉറക്കെ പറഞ്ഞതുകൊണ്ടോ, നമ്മൾ ഇളക്കി വിട്ടത് കൊണ്ടോ, നമ്മൾ പ്രതികരിച്ചത് കൊണ്ടോ ഒരു ഇല പോലും അനങ്ങാൻ പോണില്ല, ഒന്നും മാറാൻ പോണില്ല. മറിച്ച് നമ്മൾ വിശുദ്ധ ലിഖിതത്തിന് എതിരായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആരംഭിക്കണം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് നമ്മുടെ ഭവനത്തിൽ തന്നെ ആരംഭിക്കണം. നമ്മുടെ ഇടവകകളിൽ വരണം, നമ്മുടെ രൂപതകളിൽ വരണം, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും വരണം. ഇത് ഭൂമിയിൽ വരണം, സ്വർഗത്തിൽ ചെന്നിട്ടല്ല ഇത്. അവിടെ ദുഷ്ടരാരുമില്ല എതിർക്കാൻ. ഇവിടെ ഭൂമിയിൽ നമുക്ക് ഒരു മൈതാനം തന്നിരിക്കുകയാണ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ, ഗുസ്തി പിടിക്കാൻ. എങ്ങനെ? സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്. അപ്പോൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നത് പരസ്പര വിദ്വേഷത്തിന്റെ തീജ്വാലകളെ തകർക്കാനും ശിക്ഷണമില്ലാത്തവരുടെ മനസ്സുകളെ നിയന്ത്രിക്കാനും വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. എന്തെന്നാൽ ദ്രോഹിക്കപ്പെടുന്നവൻ അത്രയും ദ്രോഹം മാത്രം തിരിച്ചു ചെയ്യുന്നത് കൊണ്ട് അത്ര ചെയ്യാവൂ, അതിക്കുള്ളിൽ ചെയ്യാൻ പാടില്ല. ഒരാളുടെ കണ്ണിന് കുത്തിയാൽ നീ കണ്ണിന് പകരം കണ്ണേ എടുക്കാവൂ, അവന്റെ ജീവൻ എടുക്കാൻ പാടില്ല. ചെറിയ ദ്രോഹം സഹിക്കേണ്ടി വന്നാൽ നേരെ കൊല്ലാൻ പദ്ധതിയിടുന്നത് രക്തത്തിനായി ദാഹിക്കുന്നതും കാണുന്നില്ലേ? കോപം ശമിപ്പിക്കാൻ വേണ്ടത്ര തിന്മ മാത്രം ശത്രുവിനോട് ചെയ്യുന്നവരെ കാണാൻ പ്രയാസം. അതാണ്, ഒരുവൻ അവന് എന്തെങ്കിലും ചെയ്താൽ അവൻ കോപിച്ച് ആ കോപം ശമിപ്പിക്കുക മാത്രമല്ല, അവനെ കൊല്ലാനാണ് മറ്റവൻ ശ്രമിക്കുന്നത്. അളവറ്റതും ക്രൂരവുമായ ഈ കോപാവേശത്തിന് അതിര് കൽപ്പിക്കുകയാണ് നിയമം. ഇങ്ങോട്ട് ചെയ്തിടത്തോളം അങ്ങോട്ട് ചെയ്യുക, പകരത്തിന് പകരം എന്ന നിയമം ഉണ്ടാക്കുകയാണ്. പകരത്തിന് പകരം, കണ്ണിന് പകരം കണ്ണ്, അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. അതാണ് ആ പഴയ നിയമം, പുതിയതല്ല പഴയ നിയമം. പുതിയ നിയമം നേരെ മറിച്ചാണ്. അവനൊന്നും ചെയ്യരുത്, അവനെ എതിർക്കരുത്. ഒരുവൻ ചെയ്തത് എത്രമാത്രം ദ്രോഹമാണോ അത്രമാത്രം ദ്രോഹം തിരിച്ചു ചെയ്യുക. ഇത് കോപത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല, പിന്നെയോ നിയന്ത്രിക്കാനാണ്. കാരണം കെടുത്തിയത് വീണ്ടും കത്തിക്കുന്നില്ല, ഉണ്ടാക്കിയ തീജാലുകൾ കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ തടയുകയാണ്. ഈ പകരം വീട്ടൽ നിയമമാണ്. സഹിച്ച ദ്രോഹത്തിന് പകരം അർഹമായ ദ്രോഹം, അതാണ് പഴയ നിയമം. ഈ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് നമ്മൾ പഴയ നിയമത്തിന്റെ ആളുകളല്ല എന്ന്. അപ്പൊ ഇത് പ്രഘോഷിക്കുന്ന, പഴയ നിയമം കൂടുതലായിട്ട് പ്രഘോഷിക്കുന്നവരെല്ലാം നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ വചന പ്രഘോഷണ വേദിയിൽ ചില പ്രസംഗങ്ങൾ ഞാൻ കേൾക്കുകയും ഈശോയുടെ ഒരു വചനം പോലും പറയാത്ത 1 മണിക്കൂർ പ്രസംഗങ്ങളുണ്ട്. ഈശുമിശിയെ പറഞ്ഞ ഒരു വചനം പോലും പറയാത്ത. അപ്പൊ ഇത് ഞാൻ വിമർശിക്കാൻ പറയാനല്ല, നമ്മൾ ഓരോരുത്തരെയും കർത്താവ് സുവിശേഷം പ്രഘോഷിക്കാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മൾ ആദത്തിന്റെ ശാഖകളായിരുന്നു നമ്മളെ മുറിച്ചു മാറ്റി ക്രിസ്തുവുമായിട്ട് ഒട്ടിച്ചു. ഇപ്പൊ ക്രിസ്തുവിന്റെ ശരീരം, ക്രിസ്തുവിന്റെ രക്തം, ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ വചനം, ഇത് നമ്മളിലേക്ക് ഒഴുകുന്നു. അതാണ് പുതിയ നിയമത്തിലൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം. പുതിയ നിയമത്തിൽ നമ്മൾ വരണം, യേശു ക്രിസ്തുവിൽ വരണം. യേശു നമ്മളെ താനുമായിട്ട് ഒട്ടിച്ചേർത്തിരിക്കുന്നു. തൻ്റെ ജീവൻ, തൻ്റെ ആത്മാവ്, തൻ്റെ വചനം, തൻ്റെ മാംസം, തൻ്റെ ശരീരം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന പോലെ മറ്റൊരു ക്രിസ്തുവായി നമ്മൾ മാറിയിരിക്കുന്നു. ഇനി നമ്മൾ മോശ പറഞ്ഞതോ പഴയ നിയമത്തിൽ ആരെങ്കിലും പറഞ്ഞതോ അല്ല പ്രഘോഷിക്കേണ്ടത്. പ്രഘോഷിച്ചാൽ തന്നെയും അതിലടങ്ങിയിരിക്കുന്ന യേശുവിനെ കാണിച്ചു കൊടുക്കണം. ഈശോ ഈ 5-ാം അധ്യായത്തിൽ ഓരോ പാരഗ്രാഫിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ണിന് പകരം കണ്ണെന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ ആ ഞാനാകുന്ന യേശുവിൻ്റെ ആളുകാരാണ്. അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി നമ്മളിത് സ്വീകരിക്കണം. ദൈവമേ, എന്തോ ഒരു വലിയ വിസ്മയമാണ്. ദുഷ്ടനെ എതിർക്കരുത്. ചെറിയ കാര്യങ്ങളിൽ തന്നെ തുടങ്ങണം. ചെറിയ കാര്യങ്ങൾ. ഞാൻ ഓർക്കുകയാണ്, എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ കുഞ്ഞായിരുന്നപ്പോഴത്തെ ഒരു കാര്യമാണ്. 2 അണ അന്നത്തെ കാലത്ത് അണയാണ്. 2 അണ കട്ടെടുത്ത് കപ്പലണ്ടി മേടിച്ചു. അതാണ് കുറ്റം. അവനെ കെട്ടിയിട്ട് അടിച്ചു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി.
അതിലെ പെൺപിള്ളേരൊക്കെ സ്കൂൾ വിട്ട് പോകുന്നുണ്ടായിരുന്നു. അവരെല്ലാം കണ്ടു. അങ്ങനെ അടിച്ച് കൊണ്ടിരിക്കുമ്പോൾ ട്രൗസർ താഴോട്ട് വീണു, നഗ്നനായിപ്പോയി. അപ്പോഴും അടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന മാതാപിതാക്കളാണ്, കുർബാനെ സ്വീകരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ്? നല്ല അടി കൊടുക്കണം അവനേക്ക്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവൻ്റെ ജീവിതം മുഴുവനും സ്റ്റണ്ടായിപ്പോയി, കാഞ്ഞുപോയി, ഒരു ഫലമില്ലാത്തതായിപ്പോയി. ദുഷ്ടനെ എതിർത്തുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഏറ്റവും പരമവിഡ്ഢിത്തരമാണത്. അപ്പോൾ നമ്മൾ ഉടനെ പറയണത്, പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇന്നോടത്ത് എഴുതിയിട്ടുണ്ടല്ലോ, ശിക്ഷണം വെച്ച് അത്ര വളർത്തണം. ശിക്ഷണം എന്നാണ് പറയണത്. അതാണ് പഴയ നിയമമാണത്. ഈശോ എവിടെ പറയണേ അങ്ങനെ? അപ്പോൾ നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്തിൻ്റെ ആ പിതാവിൻ്റെ ഹൃദയമായിട്ട് മാറണം. പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ശരിയാണ്. അതെവിടെയാണത്? അത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴല്ല, ഇപ്പോൾ തന്നെയാണ്. ഇവിടെ വെച്ച് നമ്മുടെ ഹൃദയം പിതാവിൻ്റെ ഭവനം പോലെ ആകണം. അപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിട്ട് മാറുന്നത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ക്രിസ്ത്യാനിയാകുന്നത്. അപ്പോൾ ആ MK ഗാന്ധിക്ക് ആ പുസ്തകം, ലിയോ ടോൾസ്റ്റോയുടെ പുസ്തകം കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമായത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ക്രിസ്തു പറഞ്ഞതിൻ്റെ രഹസ്യം. ആ വചനമാണ് MK ഗാന്ധിയുടെ ബയോഗ്രഫിയിൽ പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. ഈശോ പറഞ്ഞ വചനങ്ങൾ, ഈശോയുടെ പ്രബോധനങ്ങൾ ഗാന്ധി ഫൗണ്ടേഷൻസുകാർ മലയാളത്തിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ആരും അധികം പ്രോത്സാഹിപ്പിച്ചില്ല. MK ഗാന്ധിയുടെ ലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു വചനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം MK ഗാന്ധി ഒരു മഹാത്മാഗാന്ധി ആയത് ഈ ക്രിസ്തുവിന്റെ വചനത്തിലൂടെയാണ്. ഏതെങ്കിലും ഹൈന്ദവ പുസ്തകങ്ങളിലോ അവരുടെ വേദങ്ങളിലോ ദുഷ്ടനെ എതിർക്കരുതെന്നുള്ള ആശയമുണ്ടോ? എല്ലാം എതിർക്കണം എന്നുള്ളതാണ്. അഹിംസ എന്ന ആശയം ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഈശോയാണ് അഹിംസ. എങ്ങനെയാണ് അഹിംസ? അഹിംസ എന്നതിൻ്റെ ആരംഭം അഹത്തെ ഹിംസിക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മളിലുള്ള അഹം ഹിംസിക്കുക എന്നുള്ളതാണ് അഹിംസ. നമ്മളിലുള്ള അഹം ഹിംസിക്കപ്പെടണം. നമ്മളിലുള്ള അഹം ഹിംസിക്കാതിരിക്കുമ്പോഴാണ് ഈ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. പ്രതികരിക്കണം എന്ന് പറയുന്നത് നമ്മിലുള്ള അഹം കൊണ്ടാണ്. നമ്മളാകുന്ന അഹം മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഹിംസിക്കലുണ്ടാകുന്നത്. മറിച്ച് നമ്മൾ കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവെ, ഞാൻ ആരെയും ഹിംസിക്കില്ല, ഞാൻ ആരെയും എതിർക്കില്ല. നീ എന്നിൽ വസിക്കുന്നു, നീ അവനിലും വസിക്കുന്നു. നമ്മുടെ ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, അമ്മായിയമ്മയാകാം. ഇതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ. ഇവരിലെല്ലാം ഈശോ ഉണ്ടോ? ഉണ്ട്. ഈശോ അവിടെ എന്ത് ചെയ്യാ? ഈശോ എന്തെങ്കിലും ചെയ്യാൻ കൊടുക്ക്. അവരുടെ പരിശുദ്ധാത്മാവുണ്ടോ? ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കണം, ദൈവമേ, ആ വ്യക്തിയിലുള്ള ആ ദുഷ്ടതയെ ഞാൻ എതിർക്കാതെ. അപ്പോൾ നമ്മൾ ആ MK ഗാന്ധിയുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. MK ഗാന്ധി അത് ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ വചനം തൻ്റെ മുദ്രാവാക്യമാക്കി മാറ്റി. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത്, എൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം അനുസരിക്കുന്നവരാണ് എൻ്റെ ശിഷ്യൻ. അപ്പോൾ ആ അർത്ഥത്തിൽ MK ഗാന്ധി ഒരു ക്രിസ്തു ശിഷ്യനാണ്. അരിമത്യക്കാരൻ ഔസേപ്പിനെ പോലെ രഹസ്യമായ ഒരു ക്രിസ്തു ശിഷ്യൻ. എന്തർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ? ക്രിസ്തുവിൻ്റെ വചനം ജീവിതത്തെ വെളിച്ചം ആയിട്ട് സ്വീകരിച്ചു. അതുപോലെ ദാരിദ്ര്യത്തിൽ, അതുപോലെ ആ വചനം കേൾക്കണം. ഉപവാസം, പ്രാർത്ഥന. എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം അങ്ങ് ഇരുന്ന് ഉപവസിക്കാൻ തുടങ്ങും. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ആ കാലഘട്ടം 1945, 46, 47 കാലഘട്ടത്തിലെടുത്തോ. 1945 ഇവിടെ യൂറോപ്പിൽ 2ാം ലോകമഹായുദ്ധം. ക്രിസ്ത്യാനിയായ ഹിറ്റ്ലർ തൻ്റെ സഹോദരരായ യഹൂദർക്കെതിരെ, നോക്ക്, എത്ര മില്യൺ യഹൂദരെയാണ് ഗ്യാസ് ചേംബറിലിട്ട് കൊന്നത്. ദുഷ്ടനെ എതിർത്തത് കൊണ്ടാണ്. എന്തോരം ഇന്നും ഈ യൂറോപ്പിന്റെ അവസ്ഥ ഇതുപോലെ ആയതിന്റെ കാരണം, നമ്മൾ അവരുടെ ഭവനങ്ങളിലെല്ലാം ചെല്ലുകയാണ്. ഈശോയെ പ്രഘോഷിക്കാൻ ചെല്ലുമ്പോൾ ചിലർ പറയും, നീ എന്തുട്ടി പറയണേ, എവിടെ ഈശോ, എന്ത് ദൈവം? ഈ 1ാം ലോകമഹായുദ്ധവും 2ാം ലോകമഹായുദ്ധവും ക്രിസ്ത്യാനികൾ തമ്മിൽ വെട്ടി ഭരിച്ചു. ഇത്ര ഭയാനകമായി ഇത് ദൈവമല്ലേ നടത്തിയതെന്ന് അവർ പറയണത്. എന്നിട്ട് എവിടെ ദൈവമെന്ന് നിങ്ങൾ പറയണത്? അങ്ങനെയാണ് ഇവിടുത്തെ വിശ്വാസത്തിന്റെ മുരടിപ്പുണ്ടായത്. അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇപ്പോഴും ഇവിടെയുള്ള വയസ്സായ ആളുകൾ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ആ യുദ്ധത്തിന്റെ ഭയാനകതയാണ് അവരുടെ അകത്ത് മുഴുവനും നിൽക്കുന്നത്.
വീടുകളിൽ നിന്ന് ആണുങ്ങളെല്ലാം യുദ്ധത്തിന് പോയി, പെണ്ണുങ്ങൾ വീട്ടിൽ കഷ്ടപ്പെടണം. പിന്നെ ഭയാനകമായ കാര്യങ്ങൾ. ഈ യുദ്ധം മുഴുവൻ ഉണ്ടാകാൻ കാരണം ഹിറ്റ്ലർ ഒരാളാണ്. ആ ഹിറ്റ്ലർ ഒരാളിൽ എന്ത് സംഭവിച്ചു? ആ ഹിറ്റ്ലർ മാമോദീസ മുങ്ങിയ പള്ളി, അതൊക്കെ എനിക്കറിയാം. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ഒരു ആൾട്ടർ ബോയ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ മാമോദീസ പുസ്തകത്തിൽ അയാളുടെ പേരുണ്ട്, അഡോൾഫ് ഹിറ്റ്ലർ. അവിടെ കുർബാനയ്ക്ക് മിനിസ്ട്രാൻഡ് എന്ന് പറയും. ആൾട്ടർ ബോയ് ആയിരുന്നു. പക്ഷേ ഹൃദയത്തിൽ ക്രിസ്തു വന്നിട്ടില്ല. ഹൃദയം അപ്പോഴും ഒരു യഹൂദന്റെ, അല്ലെങ്കിൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, അതിനേക്കാളും വലിയ തിന്മ പ്രവർത്തിക്കുന്ന അവസ്ഥ. ആലോചിച്ച് നോക്ക്. ഈ ലോകമഹായുദ്ധങ്ങളുടെ എല്ലാം കാരണം ഈ ക്രിസ്തീയത, അതിൻ്റെ പിന്നിൽ ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ അവർ യഥാർത്ഥ ക്രിസ്ത്യാനി ആയില്ല എന്നതാണ് ഒരു കുറ്റം. ക്രിസ്ത്യാനികളാണ്, എന്നാൽ അവർ യഥാർത്ഥ ക്രിസ്ത്യാനി ആയില്ല. അതുകൊണ്ടാണ് യുദ്ധം ഉണ്ടായത്. നോക്കുമ്പോൾ നമുക്കങ്ങ് അത്ഭുതമേ, അവർ ബൈബിളും അറിയാം, ബൈബിളും പഠിച്ചിരുന്നു, പ്രാർത്ഥനയും വെച്ചിരുന്നു, കുംഭസാരവും നടത്തിയിരുന്നു, കുർബാനയും നടത്തിയിരുന്നു. പക്ഷേ ഹൃദയത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ഹൃദയം ദൈവത്തിൻ്റെ ഭവനമായിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കിയോ? ഞാൻ പറയുന്നത് ഈ ഒറ്റ വചനമാണ് ഭാരതത്തിൽ വിജയിച്ചത്. അപ്പോൾ യൂറോപ്പിൽ ക്രിസ്ത്യാനിയും യഹൂദനും തമ്മിൽ ഇതുപോലെ അവസ്ഥയിലായിക്കൊണ്ട് മില്യൺസ് ഓഫ് യഹൂദരെ ചുട്ടുകരിച്ച അവസ്ഥ. എന്നാൽ അതേസമയം ഭാരതത്തിൽ ഒരു ഹിന്ദു, ഒരു അക്രൈസ്തവൻ ക്രിസ്തുവിന്റെ വചനത്തെ ഹൃദയത്തിൽ ഏന്തിയപ്പോൾ രക്തച്ചൊരിച്ചിലില്ലാതെ ഒരു യുദ്ധം നടത്തി വിജയിച്ചു. ആർക്കെതിരായി നടത്തി? ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന ക്രിസ്തീയ ഫോഴ്സിനെതിരായിട്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യം അവരെല്ലാം ക്രിസ്ത്യാനികളാണ്. അവർക്കെതിരായിട്ട് ഒരു ഹിന്ദു MK ഗാന്ധി നയിച്ച ഒരു യുദ്ധം, അഹിംസ, രക്തച്ചൊരിച്ചിലില്ലാതെ. നമ്മൾ ആ ഗാന്ധി എന്നുള്ള സിനിമ ഒന്ന് കാണണം. അതിനകത്ത് ഒരുപാട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് മനസ്സിലാക്കാമല്ല. എങ്ങനെ അത് ഒരുപാട് വചനമൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പറയാമായിരുന്നു അത് വേണമെങ്കിൽ. പക്ഷേ ഗാന്ധിയുടെ ബയോഗ്രഫിയിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ വചനം ശരിക്കും പൂർണ്ണമായി സംഭവിച്ച ഒരു ഹിസ്റ്റോറിക്കൽ എവൻ്റാണത്. ഈ വചനം ഭാരതത്തിൽ നടപ്പാക്കാൻ പറ്റുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യമാണത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം, ആ സ്വാതന്ത്ര്യ വിപ്ലവം എല്ലാം. ഞാനിത് വികാരഭരിതനായിട്ടാണ് പറയുന്നതെങ്കിലും നമ്മൾ ഇതൊന്ന് സ്വീകരിച്ച് നമുക്ക് നമ്മുടെ ഹൃദയത്തിലൊന്ന് സ്വീകരിക്കാം. നമ്മൾ ഒരാളിൽ നിന്ന് തുടങ്ങാം. MK ഗാന്ധി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒന്നും ഉണ്ടാക്കിയില്ല. അയാൾ ഒരു ധ്യാനകേന്ദ്രം ഉണ്ടാക്കിയില്ല. ഒരാള് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. MK ഗാന്ധി എന്ന ഒരാള് സ്വന്തം ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. നമുക്കൊന്ന് അങ്ങനെ തുടങ്ങാമോ? നമുക്ക് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ നമുക്കൊരു സംഹിതയോ ഒരു കോൺസ്റ്റിറ്റ്യൂഷനോ വല്ലതും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ രഹസ്യം ഇതാണ്: നമ്മൾ ഒരാളിൽ തുടങ്ങിയാൽ അത് പടരും. എന്തുകൊണ്ട് പടരും? അത് ദൈവം തന്നെയാണത്. ആ വചനം ദൈവം തന്നെയാണ്. ഏത് വചനം? ദുഷ്ടനെ എതിർക്കരുത്. അത് വചനമാണ്, മാത്രമല്ല ദൈവം തന്നെയാണത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഈ ഒരു റെസല്യൂഷൻ, ഈ ഒരു പ്രഖ്യാപനത്തോടെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഈ വചനം അങ്ങ് മാംസം ധരിക്കട്ടെ. ഒട്ടുമാവിന്റെ കാര്യം പറഞ്ഞില്ലേ? നമ്മളാകുന്ന ആ പഴയ മനുഷ്യൻ ക്രിസ്തുവാകുന്ന ആ വൃക്ഷവുമായിട്ട് ചേർത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി മാത്രമല്ല, മറ്റൊരു ക്രിസ്തുവാണ് നമ്മൾ. അപ്പോൾ നമ്മളിൽ എന്തുണ്ടാകണം? നമ്മൾ ദുഷ്ടനെ എതിർക്കരുതെന്നുള്ള ഒരു ബാലപാഠത്തിലേക്ക് വരിക. അതാണ് ക്രിസ്ത്യാനിയുടെ ഒരു ബാലപാഠം, ഒരു കിൻഡർ ഗാർഡനാണ്. നമ്മൾ അതിൽ പ്രവേശിക്കണം. ആ കിൻഡർ ഗാർഡനിലൂടെ പഠിച്ചാലേ നമ്മൾ വലുതാവുള്ളൂ. നമ്മളിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു മൂല്യം, നമ്മളിൽ ദൈവം വസിക്കുന്നു, നാം ദൈവത്തിലാണ്, ദൈവം നമ്മളിലാണ് എന്ന പോലെ മറ്റുള്ളവരിലും ദൈവം വസിക്കുന്നു, അവനും ദൈവത്തിലാണ്. അവനെ ദുഷ്ടതയുണ്ടാകാം, എന്നാൽ അവനിൽ വസിക്കുന്ന കർത്താവ് അത് നോക്കിക്കൊള്ളും. നമ്മുടെ മക്കളെക്കുറിച്ചും ഇത് തന്നെ ചിന്തിക്കുക. നമ്മൾ അവരെ നോക്കുമ്പോൾ അവരിൽ ദൈവമുണ്ടെന്ന് കാണുക. അവർ കുസൃതികളായിരിക്കും, അവർ നമുക്കെതിരെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് വരും. അപ്പോഴും നമ്മൾ കാണുക അവരിൽ ദൈവമുണ്ട്.
നമ്മുടെ ഭർത്താവിൽ കാണുക ദൈവമുണ്ട്. അവർ വലിയ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യും, പക്ഷെ അവരിൽ ദൈവമുണ്ട്. ഇത് നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. അവർ പള്ളിയിലും പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, കള്ളും കുടിച്ച് ഭയങ്കര തിന്മ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം അവരിൽ ദൈവമുണ്ട്. ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. തക്ക സമയത്ത് ദൈവം അവനെ മറിക്കും, അവനെ മാനസാന്തരപ്പെടുത്തും. MK ഗാന്ധിയെ മാനസാന്തരപ്പെടുത്തി യേശുക്രിസ്തു തന്നെയാണ്. എന്ന പോലെ നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ, നമ്മുടെ അമ്മായിയമ്മയെ, നമ്മുടെ അമ്മായിയപ്പനെ, നമ്മുടെ അപ്പനെ, അവരുടെ എല്ലാം ഉള്ളിൽ ദൈവമുണ്ടെന്നൊന്ന് ഉള്ളിൽ കണ്ടിട്ട് ദൈവത്തിന് ചെയ്യാൻ അങ്ങ് വിട്ടുകൊടുക്കുക. നമ്മൾ ചെയ്യാതെ, നമ്മൾ അവരെ നേരെയാക്കാൻ നോക്കാതെ നമ്മുടെ വടി ഒടിക്കൂ, കൃപയെടുക്കൂ, ദൈവത്തിൻ്റെ ജ്ഞാനമെടുക്കൂ, ഈ വചനമെടുക്കൂ. ദുഷ്ടനെ എതിർക്കരുത്. ഇതെവിടെയെങ്കിലും എഴുതി വെക്ക്, വീട്ടിൽ കണ്ണാടിയിൽ എഴുതി വെക്ക്, ബാത്റൂമിൽ എഴുതി വെക്ക്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തൊക്കെ എഴുതി വെക്ക്. ദുഷ്ടനെ എതിർക്കരുത്, ദുഷ്ടനെ എതിർക്കരുത്. അത് പ്രാക്ടീസ് ചെയ്യും. പക്ഷേ ഇതിന് പേഴ്സണൽ പ്രയർ വേണം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം വേണം, ജ്ഞാനം വേണം. ജ്ഞാനം ഇതാണ്, നമ്മളിപ്പോൾ എതിർക്കണോ വേണ്ട, ഞാനിപ്പോൾ ഒന്നും ചെയ്യണ്ട, കർത്താവിനെ വിട്ടുകൊടുക്കാം. അതാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ വചനം നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയല്ല. നമ്മൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം പാലിക്കണം. ക്രിസ്തു പറഞ്ഞേക്കണ ആയിരക്കണക്കിന് വചനങ്ങൾ ഒരു വചനം ഒന്ന് പാലിക്കാൻ നോക്ക്. ഒറ്റ വചനം ഏതാണത്? ദുഷ്ടനെ എതിർക്കരുത്. ഇത് മാത്രം പാലിച്ചാൽ നമ്മൾ ഒരു പുണ്യാളുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ആമേൻ.